ചൈനീസ് കൊതുകുകളെയും ഇനി ശ്രദ്ധിക്കേണ്ടി വരും. സൈനിക രഹസ്യാന്വേഷണ രംഗങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു നിർണായക ഗവേഷണത്തിൽ കൊതുകിൻ്റെ വലിപ്പമുള്ള മൈക്രോ ഡ്രോൺ വികസിപ്പിച്ച് അമ്പരപ്പിച്ചിരിക്കുകയാണ് ചൈന. രാജ്യത്തെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജിയിലെ ഗവേഷകരാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളെയും ചാരവൃത്തിയുടെ രീതികളെയും തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് ഈ കണ്ടെത്തൽ. ചൈനയുടെ ഔദ്യോഗിക ചാനലായ CCTV 7 ഡ്രോണിൻ്റെ പ്രോട്ടോടൈപ്പ് ആദ്യമായി പ്രദർശിപ്പിച്ചത്. വിരൽത്തുമ്പിലിരിക്കുന്ന ഡ്രോണിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് NUDDയിലെ ഗവേഷക വിദ്യാർത്ഥിയായ ലിയാങ് ഹെക്സിയാങ് പറഞ്ഞതിങ്ങനെ: എൻ്റെ കയ്യിലുള്ളത് ഒരു കൊതുക് റോബോട്ടാണ്. ഇതിൻ്റെ അതിസൂക്ഷ്മമായ വലിപ്പം കാരണം രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യുദ്ധമേഖലയിലെ പ്രത്യേക ദൗത്യങ്ങൾക്കും ഇത് ഏറ്റവും അനുയോജ്യമാണ്. ഒറ്റനോട്ടത്തിൽ ഒരു കൊതുകാണെന്നേ തോന്നൂ. ഏകദേശം 2 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ ചിറകളകവും മാത്രമുള്ള ഈ ഡ്രോണിന് 0.2 ഗ്രാമിൽ താഴെയാണ് ഭാരം. ഇലയുടെ ആകൃതിയിലുള്ള 2 ചിറകുകളും നേർത്ത കാലുകളുമുണ്ട്. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഇത് നിയന്ത്രിക്കാമെന്നത് ഇതിൻ്റെ ഉപയോഗം കൂടുതൽ എളുപ്പമാക്കുന്നു. ആരുടെയും കണ്ണിൽപ്പെടാതെ ശത്രുപാളയങ്ങളിൽ പ്രവേശിച്ച് തന്ത്രപ്രധാനമായ വിവരങ്ങൾ തത്സമയം കൈമാറാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും. നിലവിൽ ഈ മൈക്രോ ഡ്രോണുകൾക്ക് ചില പരിമിതികളുണ്ട്. ചെറിയ ബാറ്ററി ആയതിനാൽ കുറഞ്ഞ സമയം മാത്രമേ പ്രവർത്തിപ്പിക്കാൻ സാധിക്കൂ. ഭാരക്കുറവ് കാരണം കൂടുതൽ സെൻസറുകളോ മറ്റു ഉപകരണങ്ങളോ ഘടിപ്പിക്കാനും കഴിയില്ല. പക്ഷേ അടുത്ത ചുവടുവെപ്പ് ഇവയെ ആയുധമാക്കി മാറ്റാൻ കഴിയുന്നതാക്കി മാറ്റുകയാണ്. അടുത്തിടെ അപകടകരമായ പകർച്ചരോഗാണു അമേരിക്കയിലേക്ക് കടത്തിയതിന് ചൈനക്കാരായ 2 ഗവേഷകരെ US ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തിരുന്നു. ചൈനയിലെ സർവകലാശാലയിൽ ഗവേഷകനായ സിയോങ് ലിയു, ഇയാളുടെ പെൺസുഹൃത്തും US മിഷിഗൺ സർവകലാശാലയിലെ ഗവേഷകയുമായ യുങ് കിങ് ജിയാൻ എന്നിവരെയാണ് പിടികൂടിയത്. കാർഷിക വിളകൾക്ക് വൻ നാശം വിതയ്ക്കുന്ന അപകടകരമായ ഫംഗസാണ് ഗവേഷണ ആവശ്യങ്ങൾക്കായി ഇരുവരും അമേരിക്കയിലേക്ക് കടത്തിയതെന്നാണ് FDA പറയുന്നത്. ഫുസാറിയം ഗ്രാമിനിയേറം എന്ന പേരിൽ അറിയപ്പെടുന്ന ഫംഗസാണ് വിമാനമാർഗം US എത്തിച്ചത്. കാർഷിക വിളകൾക്ക് നാശം വിതയ്ക്കുന്ന ഈ ഫംഗസിനെ കാർഷിക തീവ്രവാദത്തിന് ഉപയോഗിക്കുന്ന ആയുധമാക്കി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ പറയുന്നു. ഗോതമ്പ്, ബാർലി, നെല്ല്, ചോളം തുടങ്ങിയവയുടെ കതിരുകളെ ബാധിക്കുന്ന ഫംഗൽ രോഗാണുബാധയ്ക്ക് കാരണമാകുന്ന ഫംഗസാണ് ചൈനീസ് ഗവേഷകർ അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ടുപോയത്. കാർഷിക വിളകൾക്ക് വൻതോതിൽ നാശമുണ്ടായാൽ അത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാകും രാജ്യത്തിനുണ്ടാക്കുക. മാത്രമല്ല, ഈ ഫംഗസിലെ വിഷവസ്തു മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ അപകട ഭീഷണിയാണ്. ഇത് കാരണം മനുഷ്യർക്ക് ഛർദി, കരളിന് തകരാർ തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അറസ്റ്റിലായ 2 പേരും ഈ ഫംഗസിനെ സംബന്ധിച്ചുള്ള ഗവേഷണ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. 2024 ജൂലൈയിൽ US പെൺസുഹൃത്തിനെ സന്ദർശിക്കാനെത്തിയപ്പോൾ സിയോങ് ലിയു ആണ് ചൈനയിൽ നിന്ന് ഫംഗസ് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത്. ഡിട്രോയിറ്റ് മെട്രോപൊളിറ്റൻ വിമാനത്താവളം വഴിയാണ് ഇയാൾ US മിഷിഗൺ സർവകലാശാല ലാബിൽ ഗവേഷണം നടത്താനാണ് ഇത് കൊണ്ടുവന്നതെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. അറസ്റ്റിലായ യുവതിക്ക് ചൈനയിൽ ഇതേ ഫംഗസ് സംബന്ധിച്ച് ഗവേഷണം നടത്താനായി ചൈനീസ് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നതായി US അധികൃതർ പറഞ്ഞു. യുവതിക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ളതായി ഇവരുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടെന്നും FBI ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു.